അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചിക്കൻ മന്തി എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ള വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പം ഞാൻ മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മന്തിൻ്റെ പാക്കറ്റാണ് വാങ്ങിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതിൽ ബസുമതി അരിയുണ്ട്, കെച്ചപ്പ് ഉണ്ട്, മസാലക്കൂട്ടുണ്ട്, സൺഫ്ലവർ ഓയിലുണ്ട്, അതേപോലെ മന്തി ക്യൂബ് ഉണ്ട് കേട്ടോ. ഇനി നമുക്ക് അരി കുതിർക്കാൻ വെക്കാം. ചിക്കന് ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ട് ഒന്നാണ്ട് കുത്തി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ ഒന്ന് വരിഞ്ഞ് കൊടുക്കണം. ഇതേപോലെ ഒന്ന് വരിഞ്ഞ് കൊടുക്കണം കേട്ടോ. അങ്ങനെ എല്ലാ പീസുകളും നമുക്ക് ഇതേപോലെ ഒന്ന് വരിഞ്ഞ് കൊടുക്കാം. മസാല എല്ലായിടത്തും പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് വലിയ ഉള്ളി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, തക്കാളി, ക്യാപ്സിക്കം, ഇതൊക്കെ അധികം ആവശ്യമാണ്. ഇത് മസാല ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിതെല്ലാം ചേർക്കുന്നത്. ഇത് ഇല്ലാതെ ചേർക്കാം. ഇനി ഇതിലേക്ക് മന്തിൻ്റെ ക്യൂബാണ് കേട്ടോ. അതിന് ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ചേർക്കാവുന്നതാണ്. ഞാൻ ഒരു മന്തി ക്യൂബാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ. അതിൽ അത്യാവശ്യത്തിന് ഉപ്പുണ്ടാവും. പാകത്തിന് പിന്നെ നമുക്ക് വേണ്ട ഉപ്പിട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇനി ഞാനിത് ഏലക്കായ, കറാമ്പൂവ്, പട്ട ഇത് മൂന്നും ഒന്നങ്ങണ്ട് പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. ഇനി ലേശം കുരുമുളക് ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് അതിട്ട് കൊടുക്കുക. പച്ചയാണ് ഇട്ട് കൊടുക്കണം കേട്ടോ, പൊടിക്കാത്തത്. ഇനി ഇതിലേക്ക് മസാല കൂട്ടി ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. അതേപോലെ മല്ലി ഇട്ടെടുത്തിട്ടുണ്ട് കേട്ടോ ലേശം. ഇനി കളർ പൊടി ഇട്ട് കൊടുക്കുക. സൺഫ്ലവർ ഓയിലും ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് ഇനിയും മസാലകൾ ആവശ്യമുണ്ട്. നല്ല ഒന്നങ്ങണ്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ആ ഉപ്പൊക്കെ എല്ലാ സ്ഥലത്തേക്കും ആവുന്ന രീതിയിൽ ഒന്നങ്ങണ്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യമുള്ളത് ഒരു ചെറുനാരങ്ങയാണ് കേട്ടോ. ഒരു പുളിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ചെറുനാരങ്ങ ഉപയോഗിക്കുന്നത്. അതേപോലെ ലേശം കെച്ചപ്പും ഇട്ട് കൊടുക്കുക. കറിവേപ്പില ഇട്ട് കൊടുക്കുക. അതേപോലെ മല്ലിയില ഇട്ട് കൊടുക്കുക കേട്ടോ. നല്ല ഒന്നങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് ഒന്നങ്ങോട്ട് വേവിച്ചെടുക്കുകയാണ് കേട്ടോ. ഇനി അതവിടെ കിടന്ന് വേവട്ടെ. ഇനി നമുക്ക് അരിയും വേവിച്ചെടുക്കാം. ഇതാ ഒരു ഭാഗം വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റേ ഭാഗം വേവിച്ചെടുക്കണം. ഓയിൽ കുറേ ഉണ്ട്, അപ്പോൾ അത് കുറച്ച് നമുക്ക് മാറ്റി വെക്കണം. ഞാനിതാ മസാല ലേശം മാറ്റി വെച്ചിട്ടുണ്ട്. അതേപോലെ ഓയിലും ലേശം മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതാ പകുതി മസാലയൊക്കെ നമ്മൾ വെന്ത ചോറ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇത് മസാല എല്ലായിടത്തും പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിത് 2 പ്രാവശ്യമാക്കി ഇടുന്നത്. തോന ചോറുണ്ട്, അതുകൊണ്ടാണ് 2 പ്രാവശ്യമായിട്ട് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. മസാല എല്ലാ ഭാഗത്തും പിടിക്കണം. വേറെ ഓയിലുകളൊന്നും ഞാൻ ചേർക്കണില്ല. ഈ നമ്മൾ ചിക്കൻ വേവിച്ചെടുത്തിട്ടുള്ള ആ ഓയിൽ മാത്രമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഇതാ ബാക്കി വെച്ചിട്ടുള്ള ആ ചിക്കനും കൂടി നമുക്കൊന്നാണ്ട് ഇട്ടുകൊടുക്കുക. ഞാൻ ആദ്യം പകുതി അരി വറ്റി ഞാൻ എടുത്തിട്ടുണ്ട്, ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ബാക്കി ചിക്കന് ഗ്രേവി ഒഴിച്ചിട്ട് ബാക്കി ചോറും കൂടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അത് കച്ചറാണെന്ന് വിചാരിക്കേണ്ട, അത് കറുവപ്പട്ടയാണ് കേട്ടോ. കറുവപ്പട്ട ഇലയാണ്. ഇനി നമുക്ക് ആ ഓയിൽ മാറ്റി വെച്ചിട്ടുള്ള ഓയിൽ ഒന്നങ്ങോട്ട് മേലെ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ചെറുനാരങ്ങ, അത് മന്തിൻ്റെ കിറ്റിലുണ്ടാവും കേട്ടോ, അത് അതിലൊന്നങ്ങണ്ട് താഴ്ത്തി കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ചാർക്കോളാണ്. അത് ലേശം സൺഫ്ലവർ ഒഴിച്ചിട്ട് അത് ഇതിൽ വെച്ച് കൊടുക്കുകയാണ് ചെയ്യണത് കേട്ടോ. വീഡിയോയിൽ കാണുന്നത് പോലെ ചെയ്യുക. ഞാൻ ചൂടാക്കിയിട്ട് അതിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് ഇനി ഈ ചോറിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് അങ്ങോട്ട് താഴ്ത്തി കൊടുക്കുകയാണ് ചെയ്യണത് കേട്ടോ. ഇനി ഇതിൻ്റെ ആവി ഒന്നും പുറത്തേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നല്ലൊരു പുറത്തേക്ക് എയറൊന്നും പോവാത്ത രീതിയിൽ ഒരു അടപ്പ് കൊണ്ടുവന്ന് മൂടിയിട്ട് കൊടുക്കണം കേട്ടോ.
ഇനി ഇത് ആവി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കനമുള്ള എന്തെങ്കിലും ഒന്നങ്ങോട്ട് മുകളിൽ വെച്ച് കൊടുക്കുക. ഇതുപോലെ ചെയ്യണം കേട്ടോ. ഇനി ഞാനിത് ഒരു 4-5 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് ഞാനിത് എടുത്തിട്ടുള്ളത്. ഞങ്ങൾ പിന്നെ ഇതിന് ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അടുപ്പത്തിടണ്ട, കരിഞ്ഞു പോകും. അപ്പോൾ ഒന്നങ്ങണ്ട് ദമ്മ് എന്ന് ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വേവ് ഏറാതിരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഞാനിത് ഇറക്കി വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് തുറക്കുന്ന സമയത്ത് ഇതൊന്നും ആവശ്യമില്ല, നല്ലൊരു സ്മെല്ല് തന്നെ വരും. അപ്പോൾ ഇത് നല്ല ഒന്നങ്ങോട്ട് മസാല എല്ലായിടത്തും ആവണ രീതിയിൽ നല്ല ഒന്നങ്ങണ്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പം നമ്മളെ മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്.